കോഴിക്കോട് പ്രേംപാറ്റ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഓഡീഷന് വന്നേക്കാണ്. കാലത്തുള്ള ട്രെയിന് വെച്ച് പിടിച്ച് നടന്നിട്ടാ ഞാനിവിടെ എത്തിയത്. ഇതാട്ടാ നമ്മുടെ ഓഡീഷൻ നടക്കുന്ന സ്ഥലം. ഈ ബോർഡ് കണ്ടപ്പോ സത്യം പറഞ്ഞ NSS ക്യാമ്പാട്ട് ഓർമ്മ വന്ന്. അമീർ പള്ളിക്കലാട്ടാ പടത്തിന്റെ സംവിധായകൻ. നാളെ സൂപ്പർ സ്റ്റാർസിന് കേട്ടാ അവിടെ ഫോം ഫില്ല് ചെയ്യണേ. ഞാനിവിടെ ഫില്ല് ചെയ്തിട്ട് നൈസായിട്ട് അവിടെ ഇരുന്നു. ഈ 129 കിട്ടിയത്. കോഴിക്കോടായോണ്ട് തോന്നണട്ടാ മറ്റുള്ള ഓഡീഷനെ അപേക്ഷിച്ച് പിള്ളേര് കുറച്ച് കുറവായിരുന്നു. എറണാകുളത്തൊക്കെ ആണെങ്കിൽ 10,000-3000 ഉണ്ടാവാറുണ്ട്. സാധാരണ 3500-4000 കിട്ടാറ് ഓഡീഷന്റെ രജിസ്ട്രേഷൻ നമ്പർ. കാലത്ത് നേരത്തെ ഇറങ്ങിയോണ്ട് ഒരു ചായ കുടിക്കാൻ കഴിഞ്ഞിട്ട് അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് നമ്മള് ഓഡീഷന് വന്നിട്ടുള്ള പിള്ളേരായിട്ട് ഇരിക്കണേ. ചായ കുടിക്കാൻ വന്ന ഞാൻ ഐസായിട്ടൊരു മുട്ട പുഴുങ്ങി എടുത്ത് കഴിച്ചുകൂട്ടാ. ഓഡീഷന്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ലടാ. അങ്ങനെ നമ്മുടെ ഓഡീഷൻ കഴിഞ്ഞു. അവരെന്തൊരു കാര്യം പറഞ്ഞു, നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുത്തു. എത്രത്തോളം വർക്കായെന്ന് അറിയില്ല. നമുക്ക് പിന്നെ ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള താല്പര്യം, ബാക്കിൽ നിൽക്കാനല്ല. വെറുതെ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാന്നുള്ള വെറുതെ ഒന്നാണ്. അപ്പോൾ സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന എല്ലാവരും പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ഓഡീഷൻസൊക്കെ പങ്കെടുക്കുക. നമ്മുടെ സ്വപ്നത്തിന് പിന്നാലെ നിൽക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാം.